നമസ്കാരം. ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലയാള സിനിമയുടെ നടൻ ശ്രീനിവാസൻ വിടവാങ്ങി. 69 വയസ്സായിരുന്നു. 46 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഓർമ്മയാകുന്നത് തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. സംസ്കാരം നാളെ രാവിലെ 10-ന് കൊച്ചി കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ അനുസ്മരിച്ച് സിനിമ സാംസ്കാരിക രാഷ്ട്രീയ കേരളം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് പുറത്തായത് 24,08,000 പേർ. ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടും തന്റെ കുടുംബാംഗങ്ങളുടെ പേര് പട്ടികയിലില്ലെന്ന് മുൻ MLA രാജാജി മാത്യു തോമസ്. SIR സമയപരിധി നീട്ടണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പിഴവ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കാർ. സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമെന്ന് സമസ്താവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ ഭൂരിപക്ഷ വർഗീയതയെ ആയുധമാക്കുന്നവരെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രത. ബംഗാൾ ഉൾക്കടലിലും നിരീക്ഷണം ശക്തം. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാരം നടത്തി. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം. ഓപ്പറേഷൻ ഹോക്കി. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയെന്ന് വിശദീകരണം. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ പുറത്തുവിട്ട അമേരിക്ക. ബിൽ ക്ലിന്റൺ, മൈക്കിൾ ജാക്സൺ എന്നിവരുമായി അടുത്ത ബന്ധമെന്നും റിപ്പോർട്ട്. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകൻ, അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ. ഓപ്പണറും ഒന്നാം വിക്കറ്റ് കീപ്പറുമായി സഞ്ജു സാംസൺ. ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കി. ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം US-നെതിരെ. മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ വ്യാകരണം മാറ്റി എഴുതിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായി ഉദയംപെരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30-യോടെയായിരുന്നു അന്ത്യം. സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണുകെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ചിരിക്കും ചിന്തയ്ക്കും സാമൂഹിക വിമർശനത്തിനും തനത് ശൈലി തീർത്ത പ്രതിഭാശാലിയായ ശ്രീനിവാസൻ. അരനൂറ്റാണ്ടുകാലമായി മലയാളിയുടെ കാതലുള്ള ചിരിയുടെ പെരുന്തച്ചൻ ശ്രീനിവാസൻ യാത്രയായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രോഗബാധിതനായതിനാൽ സിനിമാ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ. രാവിലെ ഡയാലിസിസിന് പോകുന്നതിനിടയിലാണ് ശ്രീനിവാസന് തളർച്ച അനുഭവപ്പെട്ടതും തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. ഭാര്യ വിമല ഉൾപ്പെടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. മരണവിവരമറിഞ്ഞ മൂത്ത മകൻ മിനി ശ്രീനിവാസൻ 10 മണിയോടെ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ എത്തി. തുടർന്നാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്ഥലത്തില്ലാതിരുന്ന മകൻ ധ്യാൻ ശ്രീനിവാസൻ പിന്നാലെ വീട്ടിലെത്തി. ആശുപത്രിയിൽ നിന്ന് കണ്ടനാട്ടെ വസതിയിലെത്തിച്ച മൃതദേഹം പിന്നീട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലേക്കെത്തി. കൊച്ചിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ചു. നടൻ മമ്മൂട്ടി ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വസതിയിലും പിന്നീട് ടൗൺ ഹാളിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തൊട്ടുപിന്നാലെ മോഹൻലാലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നു. മന്ത്രി P. രാജീവ്, സജി ചെറിയാൻ, MA ബേബി, സത്യനന്ദിക്കാട്, ജോഷി, ദിലീപ്, രഞ്ജി പണിക്കർ തുടങ്ങി നിരവധി പേർ ടൗൺ ഹാളിലെത്തി. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വെള്ളിത്തിരയിലെത്തിച്ച ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി സാധാരണക്കാർ മണിക്കൂറുകൾ കാത്തുനിന്നു. ടൗൺ ഹാളിൽ നിന്ന് 4 മണിയോടെ ഭൗതികദേഹം കണ്ടനാട്ടെ വസതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ശ്രീനിവാസന്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വസതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. അമൃത ന്യൂസ്, കൊച്ചി. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ അനുശോചിച്ചു. വീണ്ടെടുക്കാനാകാത്ത നഷ്ടമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചത്. നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് നടൻ മോഹൻലാൽ അനുസ്മരിച്ചു. ദാസനും വിജയൻ ഇല്ലാതായാലും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ കോമ്പിനേഷൻ വിജയനെ ഓർക്കുന്നത് ആള് തന്നെയാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയാലും അദ്ദേഹം
എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ മലയാളികൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയത് തന്നെയാണ്. വൈകാരിക ബന്ധമാണ് ശ്രീനിവാസനുമായി ഉള്ളതെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം ശ്രീനിവാസനെ അവസാനമായി കാണാനെത്തി. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, നടൻ, ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ രംഗത്ത് അതുല്യ പ്രതിഭയായിട്ടാണ് മാറിയിരുന്നത്. മലയാളിക്ക് ശുദ്ധിയുള്ള കാഴ്ചപ്പാട് സമ്മാനിച്ച ആളെന്നാണ് സുരേഷ് ഗോപി അനുസ്മരിച്ചത്. ശ്രീനിയേട്ടൻ്റെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിൻ്റെ യാനത്തിലൂടെ, അത് സിനിമാ വേദിയിൽ എങ്കിൽ അങ്ങനെ വേറിട്ട ഒരു കാഴ്ചപ്പാട്, ഒരു ശുദ്ധീകരിച്ച കാഴ്ചപ്പാട് മലയാളിക്ക് നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സരസമായ ഭാഷയിൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സത്യത്തിൽ എത്ര കാലത്തിന്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. സരസമായ വാക്കുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. മലയാളം ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത, കേരളത്തിൽ ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസനെന്ന് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിച്ചു. പതിറ്റാണ്ടുകളോളം, എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകൾ ഈ അവസരം ഓർക്കുകയാണ്. അങ്ങേയറ്റം അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്നതും വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ അറിയിക്കുന്നു. ശ്രീനിവാസനുമായുള്ള ബന്ധത്തിൽ ചെറിയ നീരസം പോലും ഉണ്ടായിട്ടില്ലെന്നും നടൻ മുകേഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. മലയാളിയുടെ ജീവിതത്തെ തിരശ്ശീലയിൽ പകർത്തിയ ശ്രീനിവാസൻ എന്ന മഹാനടൻ ഓർമ്മയാകുമ്പോൾ നഷ്ടമാകുന്നത് അസാധാരണ പ്രതിഭയെയാണ്. സാധാരണക്കാരുടെ ഇടയിലേക്ക് നർമ്മത്തിൻ്റെ ഭാവത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ശ്രീനിവാസൻ എല്ലാവരുടെയും ചുണ്ടിൽ പൊട്ടിച്ചിരി വിടർത്തി. എക്കാലവും അസാധാരണവും പോരാട്ട വീര്യവും എപ്പോഴും തമാശകൾ പറഞ്ഞുള്ള ചിരിയും ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യം മലയാളിക്ക് നൊമ്പരത്തോടെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാട്യം എന്ന നാട്ടിൽ നിന്നും മലയാള സിനിമാ ലോകത്ത് പൂത്തുറഞ്ഞ പ്രിയ നടൻ. സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും കടന്നുവന്ന് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാപ്രതിഭ, അതാണ് ശ്രീനിവാസൻ. നാടക നടനാവുകയെന്ന ലക്ഷ്യവുമായി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രവേശനത്തിന് ശ്രമിച്ച് കിട്ടാതെ ആയപ്പോഴാണ് ശ്രീനിവാസൻ മദ്രാസിൽ സിനിമാഭിനയം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നറിയുന്നതും അവിടെ ചേരുന്നതും. അഭിമുഖ സമയത്ത് തന്റെ രൂപം കണ്ട് സിനിമയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സംവിധായകൻ രാമു കാര്യാട്ട് ഏറെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്ന് ശ്രീനിവാസൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാടകത്തിന് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാണ് സിനിമാഭിനയം പഠിച്ചത്. 1977 P.A. ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. ബക്കറുടെയും അരവിന്ദിന്റെയും KG ജോർജിന്റേതുമടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ചവയാണ് ശ്രീനി സിനിമകൾ. 1991 പുറത്തിറക്കിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് സിനിമാ ലോകത്തെ ശ്രീനി ടച്ച്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്, ജർമ്മനിയെ നിങ്ങൾ തകർത്തു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ M.A. ധവാൻ,
ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, വടക്ക് നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി നിരവധി വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്യരുത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? പഞ്ചവടിപ്പാലത്തിനും വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം തിരക്കഥാ രചനയിലേക്കും കടന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. മുകൾ തട്ടിലുള്ളവരുടെ ജീവിതം തനിക്കറിയില്ല എന്നും താൻ കണ്ട ഇടത്തരക്കാരുടെ മനസ്സാണ് തന്റെ സിനിമകളിൽ നിറഞ്ഞത് എന്നും ശ്രീനിവാസൻ പറയുമ്പോൾ മലയാളിയുടെ ഉള്ളറകളിൽ ശ്രീനി എത്രമാത്രം ആഴത്തിലിറങ്ങിയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കണ്ടില്ല. സാധാരണക്കാരന്റെ ജീവിതവും പ്രശ്നങ്ങളും നർമ്മത്തിന്റെ മേമ്പൊടിയോടെ ഇത്രയേറെ തനിമയോടെ അവതരിപ്പിച്ച മറ്റൊരു കലാകാരൻ മലയാളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിച്ച തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ പേനയുടെ ചൂടറിയാത്ത ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ കേരളത്തിലില്ല. രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെയും സരസമായ വാക്കുകളിലൂടെയും അദ്ദേഹം പൊതുജനങ്ങളിൽ എത്തിച്ചു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. ലഭിച്ച പുരസ്കാരങ്ങളോ നിരവധിയും. സത്യനന്ദിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരുമായി ചേർന്നാണ് ഏറെ ശ്രദ്ധേയ ചിത്രങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയത്. കുടുംബ ബന്ധങ്ങൾ പ്രമേയമാകുമ്പോൾ പോലും സാമൂഹ്യ പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും തന്റെ ചിത്രങ്ങളിൽ ഭംഗിയായി ഇഴചേർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞു. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ശ്രീനി. മമ്മൂട്ടിക്ക് വേണ്ടിയും തമിഴ് നടൻ ത്യാഗരാജനു വേണ്ടിയും ശബ്ദം നൽകി. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. ഇനി ഇതുപോലൊരു പ്രതിഭ ഉണ്ടാകുമോ? ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും പ്രിയതാരത്തിന് 1000 നന്ദി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശ്രീനിവാസന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിങ്ങിയും വിതുമ്പിയും വാക്കുകൾ പൂർത്തിയാക്കാനാകാതെയും ചിലർ നിന്നു. സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ വൈകാരിക പ്രതികരണത്തിലേക്ക്. പുള്ളിനെ ചാർജ് ചെയ്യും. കാര്യം എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. ഇനി മറ്റു വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പലതവണയായി 1.5 കോടിയിലേറെ രൂപ പോറ്റിക്ക് കൈമാറിയ ശേഷമാണ് സ്വർണം കൈപ്പറ്റിയതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ മൊഴി നൽകി. SITക്ക് മുമ്പിൽ പോറ്റിക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും ഹാജരാക്കി. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ EDയും കേസെടുത്തേക്കും. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇരുവരും നിലവിൽ റിമാൻഡിലാണുള്ളത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കിയെന്നാണ് ഗോവർദ്ധന്റെ വാദം. ഈ വാദമുയർത്തി ഗോവർദ്ധൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നും ശബരിമലയിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് പലപ്പോഴും പണം നൽകിയതെന്നുമാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ മൊഴി. സുഹൃത്തെന്ന നിലയിലാണ് സ്വർണം വാങ്ങിയതെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. എന്നാൽ ശബരിമലയിലെ സ്വർണമാണെന്നും അത് ദേവസ്വം സ്വത്താണെന്നുമുള്ള വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമെന്നാണ് SIT കണ്ടെത്തിയത്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 24,08,000 രൂപയുടെ എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു കിട്ടാനുണ്ടെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. അതേസമയം ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടും തന്നെയും ഭാര്യയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന് മുൻ MLAയും CPI ദേശീയ കൗൺസിൽ അംഗവുമായ രാജാജി മാത്യു തോമസ് പരാതിപ്പെട്ടു. പരാതി പരിഹരിക്കാൻ അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. SIR-ന് അനുവദിച്ച സമയം നീട്ടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ച യോഗത്തിൽ BJP ഒഴികെയുള്ള പാർട്ടികൾ വിമർശനവുമായി രംഗത്തെത്തി. 24.08 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്താണ്. വോട്ടർമാരെ കണ്ടെത്താനായില്ലെന്നും ഫോം സ്വീകരിച്ചില്ലെന്നുമുള്ള BLOമാരുടെ റിപ്പോർട്ട് കളവാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഫോം നൽകിയിട്ടും തന്നെയും ഭാര്യയെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മുൻ MLAയും CPI നേതാവുമായ രാജാജി മാത്യു തോമസ് പരാതിപ്പെട്ടു. ഇനി വോട്ടുറപ്പിക്കാൻ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ പിന്നാലെ നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. SIR-ന് അനുവദിച്ച സമയം നീട്ടണമെന്നും പാർട്ടികൾ ആവശ്യപ്പെട്ടു. അതേസമയം കരട് പട്ടികയിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ മറുപടി നൽകി. കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പുറത്തുവിടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്നും ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്നും സമസ്താവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ ഭൂരിപക്ഷ വർഗീയത ആയുധമാക്കുന്നവരെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുകയാണ് സംസ്ഥയുടെ രൂപീകരണ ലക്ഷ്യമെന്നും 100 വർഷം പിന്നിട്ടപ്പോൾ എത്ര കണ്ട് അത് ഫലവത്താക്കാൻ കഴിഞ്ഞുവെന്ന് സംസ്ഥ ആലോചിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നടൻ ശ്രീനിവാസന്റെ നിര്യാണത്തിൽ സൗദി നവയുഗം സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അനുശോചിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു കലാകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നവയുഗം കേന്ദ്ര കമ്മിറ്റി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഡൽഹിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ പ്രസ് കോൺസുൽ മുഹമ്മദ് ഹാഷിമിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ പ്രവാസികൾക്ക് ആവശ്യമായ ഔദ്യോഗിക വിവരങ്ങൾ വേണ്ട സമയത്ത് നൽകുന്നതിന് ഹാഷ്മിക്ക് ഫോറം ഭാരവാഹികൾ നന്ദി പറഞ്ഞു. മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ഗഫൂർ കൊണ്ടോട്ടി ഉപഹാരങ്ങൾ കൈമാറി. KC ഗഫൂർ, വഹീദ് സമാൻ, NM സ്വാലിഹ് എന്നിവർ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ ഇടവിട്ടുള്ള മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഇസ റമദാൻ. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും ദൂരക്കാഴ്ച കുറയാനും സാധ്യതയുണ്ട്. പകൽ താപനില മിക്ക ദിവസങ്ങളിലും 15 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകും. തിങ്കളാഴ്ച മുതൽ മഴയുടെ സാധ്യത വർദ്ധിക്കും. ബുധനാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ മഴ കൂടുതൽ ശക്തമാകാനും വ്യാപകമാകാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ വിസ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് പുതിയ ഡിജിറ്റൽ സംവിധാനം ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ സഹേൽ ആപ്പിലൂടെയാണ് സേവനം ലഭ്യമാകുക. ഇതുവഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് മുമ്പ് തൊഴിലാളികളുടെ വിസ സ്റ്റാറ്റസ് അറിയാനാകും. ഗാർഹിക തൊഴിൽ മേഖലകളിലെ അനധികൃത കടന്നുകയറ്റം തടയലാണ് ഇതിന്റെ ലക്ഷ്യം. കുവൈറ്റിലെ കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ 2026 ഫെബ്രുവരി 13 നടക്കുന്ന മലബാർ മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കഥാരസം എന്ന ചെറുകഥാ മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിക്കുന്നു. പ്രമുഖ സാഹിത്യകാരന്മാർ വിധികർത്താക്കളാകുന്ന മത്സരത്തിൽ കുവൈറ്റ് പ്രവാസികൾക്ക് പ്രായഭേദമന്യേ പങ്കെടുക്കാം. സൃഷ്ടികൾ kdna@kuwait@gmail.com എന്നീ മേൽവിലാസത്തിലോ 97964348 99447860 എന്നീ വാട്സപ്പ് നമ്പറുകളിലേക്കോ അയക്കാവുന്നതാണ്. കഥകൾ അയക്കേണ്ട അവസാന തീയതി 2026 ജനുവരി 25 വൈകുന്നേരം 7 മണിവരെയാണ്. വിജയികൾക്ക് മലബാർ മഹോത്സവം വേദിയിൽ വെച്ച് ആദരവും പ്രശംസാപത്രവും സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അമൃത TV ജിദ്ദ പ്രതിനിധി സുൽഫീഖർ ഒദായുടെ മാതാവ് ഫാത്തിമ കുട്ടി CH അന്തരിച്ചു. കാഞ്ഞിരാല ഹുസൈൻ ബാപ്പുവാണ് ഭർത്താവ്. സുൽഫീഖർ ഒദായി, ഹബീബ്, ഷബീർ എന്നിവരാണ് മക്കൾ. ഖബറടക്കം ഒദായി ജുമാ മസ്ജിദിൽ നടന്നു. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസാര ചടങ്ങുകൾ നടന്നു. രാജ്യത്ത് ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണമായിരുന്നു. പ്രക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അസാധാരണ നിലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ബംഗ്ലാദേശ് ദേശീയ കവി കാസി നസ്രുൾ ഇസ്ലാമിന്റെ കബറിടത്തിന് സമീപമാണ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാരം നടന്നത്.
ഡിസംബർ 12 വെടിയേറ്റ് ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ അജ്ഞാതർ ഹാദിയെ വെടിവെക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയവരാണ് വെടിയുതിർത്തത്. ഹാദിയുടെ തലയ്ക്കാണ് വെടിയേറ്റത്. ഗുരുതരാവസ്ഥയിലായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിയ പ്രക്ഷോഭത്തിൽ ഇക്വലാബ് മഞ്ച് സംഘടനയിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് ഉസ്മാൻ ഹാദി. 2026 നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ജദീയ ഛത്രശക്തി എന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച വിലാപയാത്രയ്ക്കിടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സംഘടന ആഭ്യന്തരമന്ത്രിയുടെ കോലം കത്തിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭകർ മാധ്യമ സ്ഥാപനങ്ങളടക്കം ആക്രമിക്കുകയും ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെന്നാരോപിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കലാപം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെയാണ് ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാദിയെ വെടിവെച്ച അക്രമിയെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $44,000 ഇടക്കാല സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണ രേഖകൾ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടു. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രേഖകൾ പുറത്തുവിട്ടത്. ആയിരക്കണക്കിന് പേജുകൾ ഉള്ളതാണ് ഫയൽ. അന്വേഷണങ്ങളെ ബാധിക്കുന്ന വിവരങ്ങൾ, ഇരകളുടെ സ്വകാര്യത, ലൈംഗിക അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ എന്നിവ പുറത്തുവിട്ടിട്ടില്ല. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പ്രശസ്ത സംഗീതജ്ഞനായ മിക് ജാഗർ, മൈക്കിൾ ജാക്സൺ തുടങ്ങിയ പ്രമുഖരുടെ ചിത്രങ്ങൾ ഈ ഫയലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ രേഖകളിൽ പേര് വരുന്നതോ ചിത്രങ്ങൾ ഉൾപ്പെടുന്നതോ ഇവർ കുറ്റം ചെയ്തതിൻ്റെ സൂചനയില്ല എന്നും നേരത്തെ ഇത്തരത്തിൽ പേര് പുറത്തു വന്ന പല പ്രമുഖരും തങ്ങൾക്ക് എപ്സ്റ്റീനുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് ശക്തമായ മറുപടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന പേരിട്ടിരിക്കുന്ന ദൗത്യത്തിലൂടെ ഭീകരരുടെ താവളങ്ങളും ആയുധകേന്ദ്രങ്ങളും തകർത്തതായി US പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. അതേസമയം ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ്. പുല്ലുമേട് വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടുകയുള്ളൂ. വെർച്വൽ ക്യൂ വഴി വണ്ടിപ്പെരിയാർ പുല്ലുമേട് പാത തെരഞ്ഞെടുത്ത് ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് നിയന്ത്രണം ബാധകമല്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. മണ്ഡലമാസത്തിന്റെ അവസാന നാളുകളിലേക്ക് കടന്നപ്പോൾ ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട്. ദിവസവും 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് എത്തുന്നത്. 96,631 ഭക്തർ ഇന്നലെ മാത്രം 18-ാം പടി ചവിട്ടി. അതേസമയം ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് നാളെ മുതൽ സന്നിധാനത്ത് സദ്യ വിളമ്പും. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ദേവസ്വം ബോർഡ് ഭക്തർക്കായി സദ്യ ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. കായിക വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാകുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസനെ ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. സഞ്ജുവിന്റെ 2ാം ലോകകപ്പാണ് ഇത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് T20 ലോകകപ്പ് നടക്കുക. 15-അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുന്നത്. അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസനെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായി ടീമിൽ നിലനിർത്തി. മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനായി തിളങ്ങിയ ഇഷാൻ കിഷൻ 2ാം വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം നേടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ കളിച്ച ശുഭ്മാൻ ഗില്ലും ജിതേഷ് ശർമ്മയും പുറത്തായപ്പോൾ ഇഷാൻ കിഷനും റിങ്കു സിംഗും ലോകകപ്പ് ടീമിലെത്തി. പേസർമാരായി ജസ്പ്രീത് ബുംറയും അഷ്ദീപ് സിംഗും ഹർഷദീപ് റാണയും ലോകകപ്പ് ടീമിൽ തുടരും. വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബയും ടീമിലെത്തി. അടുത്ത മാസം ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലും ഇതേ ടീം തന്നെയാണ് കളിക്കുക. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ലോകകപ്പ് മത്സരങ്ങൾ. 7-ന് US-നെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം നടക്കും. T20യിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.